തിരുനാൾ ആഘോഷങ്ങൾക്കൊരുങ്ങി തുരുത്തൂർ സീനായ് മൗണ്ട് തീർത്ഥാടന കേന്ദ്രം. ഡിസംബർ 16 മുതൽ 21 വരെയാണ് തിരുനാൾ. ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ തോമസ് ലിഹായുടെ പുണ്യ പാദസ്പർശമേറ്റ ചരിത്രപ്രസിദ്ധമായ തുരുത്തൂർ സീനായ് മൗണ്ട് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ തോമസ് ലിഹായുടെ ദിവ്യകാരുണ്യ കൊമ്പ്രേരിയ തിരുനാളിന് ഈ മാസം 16 കൊടി കയറുന്നതോടെ തുടക്കമാകും. വൈകിട്ട് 5:30 കോട്ടപ്പുറം രൂപത എമിരിറ്റസ് ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് കരിക്കാശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ്. തുടർന്ന് പൊന്തിഫിക്കൽ ദ്വീപുബലി നടക്കും. രാത്രി 7:30 കൊച്ചിൻ തരംഗി ബീറ്റ്സിന്റെ ഗാനമേളയും അരങ്ങേറും. 6 ദിവസങ്ങളായി നടക്കുന്ന തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് പുറമെ കലാപരിപാടികളും അരങ്ങേറും. ഡിസംബർ 18 ബുധനാഴ്ച വൈകിട്ട് 7:30 പള്ളിപ്പുറം സെന്റ് റോക്കീസ് നൃത്തകലാഭവൻ അവതരിപ്പിക്കുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന ചവിട്ടുനാടകവും അരങ്ങേറും. ഡിസംബർ 20 വെള്ളിയാഴ്ച വൈകിട്ട് 5 നടക്കുന്ന പൊന്തിഫിക്കൽ ദ്വീപുബലിക്ക് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ആന്റണി വാലങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാത്രി 8 വാനിൽ വർണ്ണവിസ്മയം ഉണ്ടാകും. തിരുനാൾ ദിനമായ ശനിയാഴ്ച രാവിലെ 9:30 ആഘോഷമായ പൊന്തിഫിക്കൽ ദ്വീപുബലി നടക്കും. കോട്ടപ്പുറം രൂപത മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ ടോമി സാമിക്കൽ പറഞ്ഞു. യേശുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ചരിത്രപ്രസിദ്ധമായ തുരുത്തൂർ സീനായ് മൗണ്ട് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ തോമസ് ലിഹായുടെ ദിവ്യകാരുണ്യ കൊമ്പ്രേരിയ തിരുനാൾ ഡിസംബർ 16 ആരംഭിച്ച് 21 ശനിയാഴ്ച സമാപിക്കുകയാണ്. ഈ വർഷത്തെ തിരുനാളിന് നേതൃത്വം നൽകുന്നത് 120 പ്രസിദ്ധന്തിമാരും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. വിശുദ്ധ തോമസ് ലിഹായുടെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്ന നാനാജാതി മതസ്ഥരായ അനേകം മക്കൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ തോമസ് ലിഹായുടെ പുണ്യ പാദസ്പർശനമേറ്റ ഈ മണ്ണിൽ ജാതിമത ഭേദമന്യേ ഒത്തിരിയേറെ ആളുകൾ, ഭക്തജനങ്ങൾ വരികയും വിശുദ്ധൻ്റെ അടുക്കൽ വരുന്നവർക്കെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ആത്മശരീര സൗഖ്യവും ലഭിക്കുന്നു. ഈ വിശുദ്ധൻ്റെ തിരുനാൾ ദിനങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വിപുലമായ കമ്മിറ്റിയാണ് ഈ വർഷം ഈ തിരുനാളിന് ഒരുക്കങ്ങൾ നടത്തുന്നത്. പ്രത്യേകമായി കൈക്കാരന്മാരും ദേവാലയ ശുശ്രൂഷികളും കുടുംബ യൂണിറ്റ് ഭാരവാഹികളും പാരിഷ് കൗൺസിൽ അംഗങ്ങളും എല്ലാവരും ഒത്തുചേർന്ന് തിരുനാളിൻ്റെ വിജയത്തിനായിട്ട് പ്രവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ ഈ 120 പ്രസിദ്ധന്തിമാരുടെ പ്രതിനിധികളായി അതിൻ്റെ കൺവീനറായ കുര്യാപ്പള്ളി ടോമിയും ദേവാലയത്തിൻ്റെ കൈക്കാരന്മാരായ കുര്യാപ്പള്ളി ജോബി, പടമാടൻ അലൂഷ്യസ് ഇവരുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ നടത്തപ്പെടുകയാണ്. നല്ല കാലാവസ്ഥ നമുക്ക് ലഭിക്കുവാനും ഈ തിരുനാൾ ദിനങ്ങളിൽ വിശുദ്ധിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനും നാനാജാതി മതസ്ഥരായ എല്ലാവരെയും വിശുദ്ധൻ്റെ പുണ്യമായ ഈ ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.